റസൂലേ 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 നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ 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 നിൻവരവാലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിവേദൂട്ടാ, എന്തോ ആരാ ഈ സോങ് സെലക്ട് ചെയ്തെന്ന്? ഗ്രൂമേഴ്സ്. ഓ ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഷാനിക്ക, നിവേദൂട്ടാ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ കുറച്ച് ലിറിക്കൽ ഡൗട്ട്സ് മാത്രമാണ്. കാരണം ശരിക്കുള്ള വാക്ക് അതിനകത്ത് പാട്ടിലുള്ളത് താഹ എന്നാണ്. ശരിക്കുള്ള വാക്ക് ത്വാഹ എന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്നുകൂടെ എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പിച്ച് ഔട്ടുകൾ ഫീൽ ചെയ്തു. അത് പിന്നെ തപസ്സിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആൻ എന്നാണ് മോൻ പറയുന്നത്. ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. ഖുർആൻ എന്നാണ്. ഖുർആൻ. അഗൈൻ പാട്ടിലുള്ളതും ഖുർആൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ശരിക്കും QURAN ഖുർആൻ. അപ്പോഴാണ് ഇതിനൊരു ഫിനിഷ് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അപ്പം അഗൈൻ ഞാൻ പറഞ്ഞില്ല, അത് ഒറിജിനലിൽ അങ്ങനെയാണുള്ളത്. ഇറ്റ് ഇസ് ഫൈൻ. പിന്നെ മോനെ അവസാനം ഈ റസൂലെ കഴിഞ്ഞിട്ട് സല്ലല്ലാഹുൽ എത്തുന്നതിന്റെ മുന്നേ എന്താണ് ഒരു കിടിപിടി സംഭവിച്ചത്? താഴെ പെട്ടെന്ന് താഴ്ത്തി വരുമ്പോ ശ്രുതി ചെറുതായിട്ട്. അല്ല, ഞാൻ പറയുന്നത് അത് ഇന്റലിജന്റ്ലി നിങ്ങൾക്ക് മാനേജ് ചെയ്യാമായിരുന്നു. ഇപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ആദ്യത്തെ 3 ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോറസ് ആക്കാമായിരുന്നു. അതാകുമ്പോൾ നിനക്ക് തിരിച്ച് ട്രാക്കിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പൊ അതാകുമ്പോൾ
ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ കോറസ് പാടുമ്പോൾ അതിന്റെ ഒരു ഡിവിനിറ്റി ഭയങ്കരമായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതിപ്പം പെട്ടെന്ന് ആ പിച്ച് ഷിഫ്റ്റ് വന്നപ്പോൾ ഡിസ്റ്റർബിങ് ആയിപ്പോയി. അപ്പോൾ അത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അറിയത്ത് പോലുമില്ല. നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു അത് കേട്ട് കഴിഞ്ഞാൽ. കാരണം ഈ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ചൊല്ലുമ്പോൾ അത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ഒരു ചാൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വയർ പോലെ എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് എനിക്ക് കുറച്ച് പെട്ടെന്ന് പിച്ചൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് കോറസ് ആക്കാമായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നിവേദ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായതിന് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തോന്നുകയാണെങ്കിൽ യു ക്യാൻ മാനേജ്. അവിടെ നിന്ന് തന്നെ പറയാം നമുക്കിത് ഇങ്ങനെ ചെയ്താലോ, ഇവിടെ കോറസ് വരട്ടെ, എന്നിട്ട് ഞാൻ കോറസിൻ്റെ കൂടെ കയറാം. ഇതിപ്പോൾ അപകടം പറ്റിയില്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചിന്തകൾ ആസ് എ മ്യൂസീഷ്യൻ അത്യാവശ്യമാണ് കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയാണ്. പിന്നെ അതുപോലെ റസൂൽ പല ഭാഗങ്ങളിലും റസൂ സെഡ് ആണ് കേൾക്കണേ കേട്ടോ. അത് ശരിക്കും ദാസർ പാടുന്നത് അത്ര അറ്റാക്കിൽ റസൂലെ ആ സാ ഇസ് വെരി പ്രോമിനന്റ് കേട്ടോ. ഇത് മോൻ പാടുമ്പോൾ കുറെയൊക്കെ റസൂലെ അതാണ് കേൾക്കണേ പല ഭാഗങ്ങളിലും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇതിനിപ്പോൾ പുറത്ത് ഇത് ഒരു സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അപ്പം അങ്ങനെ പാടുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പാടുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നന്നായിട്ട് പാടി. താങ്ക് യു ഷാനിക. ശരത് സർ. മോനെ എന്തോ നല്ല എന്ത് സുഖാടായി പാട്ട് കേൾക്കാൻ. ബ്യൂട്ടിഫുൾ മോനെ. അതൊക്കെ പാട്ട് സെലക്ട് ചെയ്തത് താങ്ക് യു. പിന്നെ മോനെ എനിക്ക് ചില സംഭവങ്ങൾ പറയാനുള്ളത്. ഒന്ന് ശ്രുതി, ഷിനു നിനക്ക് പോകണ്ടാക്കി ശ്രുതി കൊടുക്കോ? മക്കളെ ഒന്ന് ആ റസൂലെ പാടിയേ. ആ മോനെ റസൂലേ നിൻകനി റസൂലേ നിൻകനി എപ്പോഴും അതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടച്ച്. റസൂലേ നിൻകനി വാ റസൂലേ നിൻകനി അത് കുറെ മോർ ഓഫ് അറബിക് ഫീല് വരണം അതില് കേട്ടോ. റസൂലേ നിൻ അല്ല റസൂലേ നിൻകനി അത് മനസ്സിൽ വെച്ചോണം. പറഞ്ഞു തന്നേ കേട്ടോ മക്കളെ. അതുപോലെ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, അത്രയല്ലേ ഉള്ളൂ. വന്നല്ലോ റബ്ബിൻ ദൂതൻ അങ്ങനെ കേട്ടതായിട്ട് എനിക്ക് ഓർക്കുന്നതല്ലേ. നീ ലൈവ് കേട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയതാണെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ വന്നല്ലോ റബ്ബിൻ ദൂതൻ അത്രേ ഉള്ളൂ. വന്നല്ലോ റബ്ബിൻ ദൂതൻ. ആ മതി മതി. പിന്നെ താഹ, ഇപ്പം ഷാൻ പറഞ്ഞല്ലേ ത്വാഹ എന്നുള്ള, അതൊന്ന് പാടാമോ? മുഹമ്മദ് മുസ്തഫ. മോനെ ശബ്ദം അടപ്പുണ്ടോ? ഇല്ല. എന്താ പാട് ഒരലറ്. അത് അടപ്പുണ്ട് മക്കളെ. ആ താഹയിൽ ഒരു കരകരപ്പുണ്ട് കേട്ടോ. നീ താഹ താഹ. ആ മോനെ മനസ്സിലായി, അത് എത്തണം മോനെ കേട്ടോ. അപ്പോഴേ അത് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. മറ്റെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു മോ പാടുന്നത്. ഓൾ ദി ബെസ്റ്റ് ചക്കര. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. നിവേദ്, എന്തോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ നിവേദിന്റെ പെർഫോമൻസ്. അപ്പം മോനെ നന്നായിട്ട് പാടി. ഈ പറഞ്ഞത് ഒരു വലിയ പോയിന്റ്. നമ്മൾ ചില പാട്ടിൽ നമ്മുടെ ആയിട്ടുള്ളൊരു ഇന്നോവേഷനൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് കോറസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ഒരു വൈബ് വരും. എല്ലാവരും കൂടി ഇത് ഒരുമിച്ച് ഒരു പ്രെയർ മൂഡ് വരും. ഓൾറെഡി നിവേദ് നന്നായിട്ട് പാടി. കാരണം ഇത് ആ ഒരു അറബിക് ടച്ച് കിട്ടിയാലേ അത് കേൾക്കാനൊരു സുഖം. അപ്പോൾ മോനത് കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടി കെയർഫുൾ ആവാൻ തുടങ്ങി നിവേദ്. ഒന്ന് പ്രിപ്പയർഡ് ആവാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് അല്ലേ ഒരു സ്ലിപ്പ് താഴോട്ട് വരുമ്പോ ചെറുത് പിച്ചിന്റെ മേ ബി എനിക്ക് തോന്നിയത് ഒരു എന്തോ സ്ലിപ്പ് വന്ന പോലെ തോന്നി സംതിങ്. അപ്പോൾ അതല്ല സല്ലല്ലാഹു അല്ലേ സല്ലല്ലാഹു. അപ്പോൾ ആ ഒരു പോർഷനിലാണ് എനിക്ക്. പിന്നെ മോനെ മൈക്ക് പ്ലേസ്മെന്റ് ഈസ് ഭയങ്കര മോശം. മൈക്കൊക്കെ ഇവിടെ ഇരിക്കുക. മൈക്ക് നമ്മൾ ക്ലോസ് ആക്കി വെച്ചാലല്ലേ എല്ലാം കേൾക്കാൻ പറ്റൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. മൈക്ക് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പോവുക, റൈറ്റിലോട്ട് പോകുന്നുണ്ട്. മൈക്ക്
ഞാൻ അത് മാത്രം ഇന്ന് പേപ്പറിൽ എഴുതിയുള്ളൂ, അല്ല ബാക്കിയൊന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഇനി സ്ലിപ്പായ ഒരു പോർഷനും. അപ്പോൾ മൈക്ക് പ്ലേസ്മെന്റ് കെയർഫുൾ ആവണം കേട്ടോ, കുറച്ചുകൂടി ക്ലോസ് ആക്കി. നമ്മൾ എന്ത് പാടിയാലും അത് കേൾക്കണ്ടേ കേട്ടോ. എന്നാലും നല്ല എനിക്ക് ഇഷ്ടമായി, നല്ല പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. അടുത്ത എന്താണ് പരിപാടി? മാർക്കിലേക്ക് കിടക്കണം. ശരത് ചേട്ടാ മാർക്ക്. ശരത് സർ. മക്കളെ 8.5. താങ്ക് യു ശരത് സർ. ഷാനിക. മോനെ ഞാനൊരു 8.7. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. ഞാനൊരു 6.8. അവൻ തിരിച്ചിട്ടോ. 8.6. എനിക്ക് ഇത്രയൊക്കെ കണക്കറിയാം. പിന്നെ കണക്കാ. ഇൻട്രോ മാത്രല്ല, മാർക്കും ക്രിയേറ്റിവിറ്റി പറയാൻ തുടങ്ങി. സോ ടോട്ടൽ 25.8 മാർക്സ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.